Hi dear, Itzmeamaluz, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വിച്ച് ഹൗസിൻ്റെ മോഡലാണ് കേട്ടോ. അതായത് കാർഡ്ബോർഡ് കൊണ്ട് നമ്മളൊരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പോകും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പോസ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരച്ചെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് വരുന്നത് പോലെ ഒരു പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിൽ ഇത് മാർക്ക് ചെയ്തേക്കുന്ന ഒരു ജനലും വാതിലും ഒക്കെ പോലെ മാർക്ക് ചെയ്തേക്കുന്നത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പുറത്തേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു പുറം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് മോഡലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പേപ്പറിൽ രണ്ട് വശത്തായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് വശത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ 4 വശങ്ങളുമായിട്ടും 2 വശങ്ങളിലും കൂടെ കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ വേറെ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ 2 വശങ്ങളിലും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് 4 വശങ്ങളൊന്ന് കവർ ചെയ്ത് കിട്ടും. അതിന് ശേഷം നമുക്കിതിൻ്റെ മേൽക്കൂരയും കൂടെ ഒന്ന് കാർഡ്ബോർഡ് കൊണ്ട് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോസൊക്കെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുതേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ 2 വശങ്ങളിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോർണറുകൾ ഇതുപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേളിലേക്ക് മേൽക്കൂരയാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് കട്ട് ചെയ്തപ്പോൾ ഒന്ന് വളച്ചായിരുന്നു കട്ട് എടുത്തിരുന്നത് അല്ലേ, ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഏകദേശം ഒരു മോഡൽ കിട്ടുന്ന പോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡുകളൊന്ന് കർവ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കാണിച്ചു തരാം. അതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന പോലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഫ്രണ്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നില്ല, ഇതുപോലെ അതിലേക്ക് ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെയ്യാനുള്ളത് ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ മേൽക്കൂരയിൽ ഈ ഒരു ഓടൊക്കെ വരുന്ന ഒരു ഫീൽ കിട്ടാനായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡ് പീസസ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡോർ വരുന്നിടത്ത് ആ ഡോറിൻ്റെ ഒരു പോർഷൻ നമ്മൾ വരച്ചു കൊടുത്തില്ല, അവിടെയും കൂടെ ഡോറിൻ്റെ പോലെ വരുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ ഡോറും പിന്നെ നമ്മുടെ മേൽക്കൂര ഫുള്ളായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവൻ ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനും ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബ്രൗൺ കളറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഫുള്ളായിട്ട് ബ്രൗൺ കളറ് മേൽക്കൂരയ്ക്ക് മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വിച്ച് ഹൗസ് ഇങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മോഡൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടിരിക്കും. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു ഹോം ഡെക്കറായിട്ട് വെക്കാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. നല്ലതായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. വെറുതെ വേസ്റ്റായിട്ട് കളയുന്ന പ്രോഡക്റ്റ്സ് മാത്രമല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ മെയിനായിട്ടും കാർഡ്ബോർഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ക്യൂട്ടായിട്ട് കിടിലനായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് അയച്ചു തരികയാണെങ്കിൽ ഞാനത് വീഡിയോസിൽ ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അതേപോലെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും കേട്ടോ.
ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ ഷെയ്ഡ് ഒരു കുറച്ച് ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ വേറൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ ഈ വീടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. വീട് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ സൈഡിൽ വേറൊരു സംഭവം കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മളൊരു സൈഡിലേക്ക് ഒട്ടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടുത്ത സൈഡിൽ എന്താ ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരാം ഞാൻ. ഇനി ഈ ഒരു വശത്തേക്ക് നമ്മൾ ഇതേപോലെ ഒരു കുറച്ച് കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് പീസാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഒരുപാട് കട്ടി വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ റൗണ്ടിൽ വളഞ്ഞ് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടത്തില്ല കട്ടിയുള്ളതാണെങ്കിൽ. അതുകൊണ്ടാണ് കട്ടി കുറഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് വളച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്ലൂ ഗൺ തന്നെ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗൺ നമുക്ക് കുറച്ച് നന്നായിട്ട് പെട്ടെന്ന് സ്റ്റിക്കി ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ലെയർ പോലെ ഇതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേളിലേക്ക് ഞാൻ 2 ലെയറും കൂടി ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം കൂടെ കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. അതുകൊണ്ടാണ് എല്ലാം കൊണ്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ എടുത്ത ആ വട്ടത്തിൻ്റെ കുറച്ചും കൂടെ ചെറുതായിട്ട് 2 പീസസ് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഏറ്റവും ടോപ്പ് പോർഷനിൽ നമ്മൾ ഇതേപോലെ ഒരു കൂന് പോലെ ഒരു റൗണ്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതേപോലെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു എന്താ പറയുക കുഞ്ഞൊരു ഓപ്പണിങ് വരുന്ന പോലെയും കൂടി കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ മുട്ടയുടെ ട്രേ ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ പിച്ചി എടുത്തിട്ട് അതാണ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഒട്ടിച്ച് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഒരു കല്ലൊക്കെ പതിപ്പിച്ച് പോലെ ഒരു ഭംഗി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കൊണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണെങ്കിലും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഇതും നമുക്കൊന്ന് കളർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, മുട്ട ട്രേക്ക് ഒരു ആഷ് കളറാണ് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ആ മേളിലേക്ക് വെച്ച് കൊടുത്തതിന് ഒരു ബ്രൗൺ കളറും കൂടെയാണ് കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിൽ ഞാൻ റെഡ് കളറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ കളർ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഭംഗിയാണ് നമുക്കിൻ്റെ ഔട്ട്ലുക്ക് കാണാനായിട്ട്, കിടുക്കനായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കിഷ്ടമായി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടി കാണിക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.